ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയൻ കയാക്കിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞു വന്നത്. നമ്മൾ പിന്നെ ഒറ്റ മൈൻഡാണ്ട് അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അപ്പോഴാണ് വേറൊരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ വന്ന്, ഈ ഇരിക്കണം മുതലിന് എന്ത് ചെയ്യുമെന്ന്. പിന്നെ നൈസായിട്ട് ഉമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് പ്ലാനിട്ടു. ഇക്കാക്ക് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോഴേക്കും അവനിക്ക് കാര്യം കത്തി. ചെക്കൻ അലമ്പാവാൻ തുടങ്ങിയപ്പോഴേക്കും അവനിക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവനെ ഒന്ന് ഓക്കെ ആക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഉമ്മയുടെ അടി കൊടുത്ത് നമ്മൾ ചാടി. അപ്പോഴേക്കും നമ്മുടെ ഗ്യാങ്സ് ഒക്കെ എത്തിയിട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന പുത്തൻ പരിഷ്കാരി ഉണ്ടല്ലോ, അതാണ് എൻ്റെ അനിയൻ. വെള്ളത്തിലുള്ള പരിപാടിയായതുകൊണ്ട് എല്ലാവരും സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഇവൻ മാത്രം കല്യാണത്തിന് പോകുന്ന ഒരു ലുക്കായിരുന്നു. ബൈ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നേ. ആൾ കോളേജ് കഴിഞ്ഞ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് പിന്നെ പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് അവളെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയൊക്കെ നൈസായിരുന്നു കേട്ടോ. തുരുത്തും കായൽക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കാണാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. അവര് പിന്നെ അടുത്ത ട്രിപ്പിന്റെ ഡിസ്കഷൻ ഇപ്പോഴേ തുടങ്ങി. നമുക്കറിയാം ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ എത്തി. ചുറ്റുപാടെല്ലാം നൈസായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. വെറുതെ ഒരു വെള്ളക്കെട്ടിൽ തുഴഞ്ഞു നടക്കണ പോലെ ആയിരുന്നു. പിന്നെ അവിടെ വരെ പോയതല്ലേ എന്നോർത്ത് മനസ്സോടെ അങ്ങ് ഇറങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പേടിയാണ്. ഞാൻ വെറുതെ അപ്പോഴത്തെ ഒരാവശ്യത്തിന് ചാടി ഇറങ്ങിയതാണ്. അവിടെ എത്തി വെള്ളം കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. പിന്നെ വന്നതല്ലേ എന്ന് പറഞ്ഞ് ഇക്കാക്ക് എന്നെ അങ്ങോട്ട് പിടിച്ചിറക്കി. ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമതേ പേടി, അതിൻ്റെ കൂടെ കയ്യിലൊരു സാധനവും കൂടെ തന്ന് തുഴഞ്ഞോന്ന്. തുഴയാൻ പോയിട്ട് എനിക്കത് പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി. ബാക്കി എല്ലാവരും എക്സ്പേർട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനും പ്രൊഫഷണലായി. പിന്നെ തുഴച്ചിലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു സൺസെറ്റ് കിട്ടിയായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പേടിച്ചിരിക്കണമായിരുന്നു. അതിനിടയ്ക്ക് കാക്കാടെ ലൈഫ് ജാക്കറ്റ് വെള്ളത്തിൽ പോയി. അതെടുക്കാനുള്ള പരാക്രമമാണ് ഈ കാണിക്കണത്. അങ്ങനെ ഒരു തരത്തിൽ സംഭവം എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞ് നടന്ന്. അതിനിടയ്ക്ക് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാ. ഇക്കാകയാണെങ്കിൽ ഓടി നടന്ന് ഫോട്ടോസ് എടുക്കണുണ്ടായിരുന്നു. എന്തിനാണോ എന്തോ, കിടന്നെടുക്കുന്നു, ചരിഞ്ഞെടുക്കുന്നു, മറിഞ്ഞെടുക്കുന്നു, ആരെ കാണിക്കാനാണാവോ. ഞാനും എടുത്തുവിട്ട കുറേ ഫോട്ടോസും വീഡിയോസും. ഇനിയിപ്പോൾ ഞാനായിട്ട് എന്തിനാ കുറക്കുന്നേ. കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ എന്നെപ്പോലെ പേടിയുള്ളവരാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഞങ്ങൾ വന്ന ടൈമിൽ നല്ല മഴ മൂടലുണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി. എനിക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ്. പിന്നെ അവിടം വരെ വന്നതില്ലെന്ന് ഓർത്തിട്ട് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി. അതുകൊണ്ട് ആ പേടി മാറിക്കിട്ടി. ഒരു 1.5 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് തുഴഞ്ഞ് എല്ലാവർക്കും മടുപ്പായി. അങ്ങനെ 1.5 മണിക്കൂറത്തെ തുഴച്ചലിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് കയറി. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ പോയി. എനിക്ക് വീട്ടിൽ കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. കാരണം കൊച്ചിനെ വീട്ടിലാക്കിയിട്ടാണല്ലോ വന്നത്. അതുമാത്രമല്ല, പിന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോണേണ് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അത് ഇക്കാക്ക ഒന്ന് ചവിട്ടി. നേരത്തെ വീട്ടിലെത്തിയിട്ട് കൊണ്ടുവിടാമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇത്രയും നേരമായില്ല, നാളെ പോവാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ പിണക്ക് അഭിനയിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.